ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി കൊഴുക്കട്ടയുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ആദ്യം തന്നെ ഈ ഒരു 250 ml കപ്പാണ്. ഈ ഒരു കപ്പിൽ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പത്തിരിപ്പൊടിയാണ് എടുത്തത്. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. ആ തിളച്ച വെള്ളം ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കട്ടകളില്ലാതെ കുഴച്ചെടുക്കണം. ആ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകി വെച്ചിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് കുഴച്ചെടുത്ത് കൊണ്ടുവരണം. ഇതിൽ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അത് മുഴുവനായും വേണ്ട, 1 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ചെറുതായ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മൂടിയിട്ട് മാറ്റി വെക്കാം. നമുക്കിതിന് ഉരുളകളാക്കി കുഴച്ചെടുത്ത് ഉരുളകളാക്കി എടുത്ത് വെക്കണം. ഇതുപോലെ ഉള്ളം കൈയിൽ വെച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ആവി കയറ്റിയെടുക്കാനായി ഒരു അപ്പച്ചമ്പ് സ്റ്റൗ മീത വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഇല വെച്ച് കൊടുക്കാം. ആവി വരുന്നുണ്ട്. അതിലേക്ക് ഓരോ ഉരുളകളും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് മൂടിയിട്ട് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് ആവി കയറ്റിയെടുത്ത് വേവിച്ചെടുക്കാം. ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തണുക്കുവാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നീട് ഇതിനു വേണ്ടി ഒരു ചമ്മന്തി തയ്യാറാക്കണം. അതിനായി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് 2 ചെറിയ ഉള്ളി, 3 വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഒരു 2 ചെറിയ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഈ ചമ്മന്തി ഒന്ന് കടുക് താളിച്ചൊഴിച്ചെടുക്കണം. അതിനായി ഞാനൊരു കടായി സ്റ്റൗ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതാണ്, കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നീട് ഒരു കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിലുള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് അരച്ച് വെച്ച ചമ്മന്തി ഇട്ട് കൊടുക്കാം. ഈ ചമ്മന്തിയാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൊഴുക്കട്ട ഇവിടെ തണിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഒരു ചമ്മന്തി കൊഴുക്കട്ടയാണിത്. നമുക്കിത് 1 മിനിറ്റ് മൂടിയിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കാം. നല്ല അടിപൊളി ചമ്മന്തി കൊഴുക്കട്ട ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി കൊഴുക്കട്ടയാണിത്. എന്നാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നാൽ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് ഞാനൊരു ഇലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
ഇതാ നല്ല സോഫ്റ്റായ ചമ്മന്തി കൊഴുക്കട്ട റെഡിയാണ്. തിന്ന് നോക്കാം. ഉപ്പും വറ്റൽമുളകൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. കഴിക്കുവാനും നല്ല അടിപൊളി ചമ്മന്തി കൊഴുക്കട്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.